ഇന്ന് പതിവിലും നേരത്തെ എണീറ്റൊരു ദിവസം കേട്ടോ. ഇന്ന് പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാൻ എന്നും നേരത്തെ എണീക്കാമെന്ന് വിചാരിക്കും, പക്ഷെ പറ്റാറില്ല കേട്ടോ. ഇപ്പോൾ ഒരു 6 മണിയായപ്പോൾ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ട്. എപ്പോഴും 7 മണിയൊക്കെ ആവട്ടോ എണീക്കാൻ വേണ്ടിയിട്ട്. വേഗം തന്നെ മുഖമൊക്കെ കഴുകിയതിന് ശേഷം കടല ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. കുറച്ച് ഉപ്പൂടെ ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല 8ൻ്റെ പണിയല്ല 16ൻ്റെ പണി രാവിലെ തന്നെ തരാൻ വേണ്ടി എൻ്റെ ഇക്കാക്ക് ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഇന്നലെ പാലൊന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ കൊണ്ടുപോയി ഫ്രീസറിൽ വെച്ചൊരു മുതലാണ് എൻ്റെ ഇക്കാക്ക. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് വിടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് നൂൽപുട്ടാട്ടോ, അതായത് ഇടിയപ്പമാണ്. അതിന് വേണ്ടിയിട്ട് പൊടിയൊക്കെ അളന്നാണ് എടുക്കുന്നത്. കാരണം അളന്നെടുത്തില്ലെങ്കിൽ വെള്ളം കൂടിപ്പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഏറിപ്പോവാറുണ്ട്. ഞാൻ അത്ര വലിയ എക്സ്പേർട്ട് ആയിട്ടില്ല ഈ പരിപാടിക്ക്. പാല് മെൽറ്റ് ആവാത്തത് കണ്ടപ്പോൾ ഞാൻ എന്താ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അടപ്പത്തോട്ട് കയറ്റിട്ടുണ്ട്. നൂൽപുട്ടിലോട്ടുള്ള ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നൂൽപുട്ടിന് ചൂടൊക്കെ ആറി ഞാൻ അത് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചായ കാച്ചുമ്പോൾ ഒരു ഏലക്ക എനിക്ക് നിർബന്ധം കേട്ടോ. ചായ കാച്ചിയതിന് ശേഷം എന്താ ഒരു പാത്രത്തിലോട്ട് പകർത്തി വെക്കുന്നുണ്ട്. പിന്നെ ഇടിയപ്പം പീച്ചാൻ നിന്നു. തേങ്ങയൊക്കെ ഞാൻ നേരത്തെ ചിരവി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ ഇതാ ഇടിയപ്പം പീച്ച് ഇതേ വേഗം നല്ല തട്ടിലോട്ടാക്കുന്നുണ്ട് കേട്ടോ. ഇടിയപ്പം ആയിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാ പണിയും എനിക്ക് സിമ്പിളാട്ടോ. പിന്നെ കടല വെന്ത് വന്നപ്പോൾ അതൊന്ന് മാറ്റി വെച്ചിട്ട് കടലയൊക്കെ ആവശ്യമുള്ള അതേ ഉള്ളിയൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട്. ഞാനിന്ന് ഉള്ളിമുളക് ആട്ടോ ഇടുന്നത്. ഇതാ കടല കൊട്ടിക്കൊടുത്തിട്ട് അതൊന്ന് വറ്റിക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. കടലക്കറിയല്ല, കടല റോസ്റ്റാണ് ഞാൻ എടുക്കുന്നത്. ഇടിയപ്പം വെന്തപ്പോൾ അതും ഞാൻ നല്ലോണം ഒന്ന് തട്ടിക്കൊടുക്കുന്നുണ്ട്. ഇന്ന് ഭയങ്കര ഉഷാറിലാട്ടോ പണിയൊക്കെ എടുക്കുന്നത്. കാരണം പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വെറുതെ ഇരിക്കാമല്ലോ. തിണ്ണപ്പുറമൊക്കെ തുടച്ചിടുന്നുണ്ട് കേട്ടോ. എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ ഇതാ തിണ്ണപ്പുറമൊക്കെ തുടച്ച് പാത്രമൊക്കെ കഴുകി അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റാമെന്ന് ഓർത്തു കേട്ടോ. എന്നും നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഇരിക്കാമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്, പക്ഷെ അത് പറ്റാറില്ല കേട്ടോ. പാത്രങ്ങളൊക്കെ കഴുകി സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം എന്താ എല്ലാ ഫുഡും കൊണ്ടുപോയി ബ്രേക്ക്ഫാസ്റ്റ് ഫുഡൊക്കെ കൊണ്ടുപോയി ഇതാ ടേബിളിൽ വെക്കുക കേട്ടോ. ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിളമ്പി എടുത്ത് കഴിക്കുക എന്നുള്ളൊരു ടാസ്ക് മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെ തന്നെ ഐന്യൂസ് ഒന്ന് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐന്യൂസ് നേരത്തെ എണീറ്റു. ഐന്യൂസ് നേരത്തെ ശീലങ്ങളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇതാ ചായയൊക്കെ പകർത്തി 2 ഗ്ലാസ്സിലോട്ട് പകർത്തുന്നുണ്ട് കേട്ടോ. ഐനൂസിനെ പല്ലേൽപ്പിക്കുന്ന ഒരു കാര്യം ഭയങ്കര ടാസ്ക്കാണ്. ഞാനും കൂടെ പല്ലേച്ചാലേ അവള് പല്ലേക്കുള്ളൂ കേട്ടോ. പിന്നെ അവൾക്കും ചായ കൊടുത്തു, ഞാനും ചായ കുടിച്ചിട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന്